എഴുന്നേൽക്കുമ്പോൾ തന്നെ കഴുത്ത് ഒരു ഉളുക്കിയതായിട്ട് പേഷ്യൻസും പറഞ്ഞു എന്ന് പറയാറുണ്ട്. അതായത് പ്രത്യേകിച്ചൊരു കാരണമൊന്നും ഉണ്ടായിട്ടില്ല, കഴുത്ത് വേദന ഒന്നും ഉള്ള ആളല്ല. പക്ഷേ രാവിലെ എണീറ്റപ്പോൾ കഴുത്തങ്ങ് ഉളുക്കിപ്പോയി, പിന്നെ അനക്കാൻ പറ്റുന്നില്ല. കയ്യിലേക്ക് തരിപ്പും കടച്ചിലും ഒന്നും ഇല്ല, പക്ഷേ ഈ ഒരു സ്പാസം കാരണം ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ അത് യൂഷ്വലി അങ്ങനത്തെ പ്രത്യേകിച്ചൊരു കഴുത്ത് വേദനയോ അല്ലെങ്കിൽ കഴുത്തിൻ്റെ തേയ്മാനമോ ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് വരികയാണെങ്കിൽ മസിലിൻ്റെ സ്ട്രെയിൻ കൊണ്ടായിരിക്കും. അതായത് കിടപ്പിൻ്റെ രീതി ശരിയാവാത്തതുകൊണ്ടോ അല്ലെങ്കിൽ പില്ലോ ശരിയാവാത്തതുകൊണ്ടോ ആ ഒരു ബെഡിൻ്റെ ഒരു മെറ്റീരിയൽ ശരിയാവാത്തതുകൊണ്ടോ ഒക്കെ ഇത് വരാം. പിന്നെ നമ്മൾ രാത്രി എന്തെങ്കിലും ഒരു ഗാഡ്ജറ്റോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് കിടന്നതാണെങ്കിൽ ആ പോസ്റ്റ് കുറേ നേരത്തേക്ക് വെച്ചിട്ടായിരിക്കില്ല കിടന്നിട്ടുണ്ടാവാം. അപ്പോൾ അതും ഒരു റീസൺ ആവാം. പിന്നെ അണ്ടർലൈങ് ഒരു കഴുത്ത് വേദന ഓൾറെഡി ഉള്ള ഒരാൾക്ക് ഇത് വരികയാണെങ്കിൽ കഴുത്തിൻ്റെ ഡിസ്കിൻ്റെ പ്രഷർ കാരണം ഈ ഒരു ഭാഗത്തേക്കുള്ള നെർവ്സിന് നീർക്കെട്ട് വരുന്നു, മസിൽസിന് നീർക്കെട്ട് വരുന്നു. അപ്പോൾ അതൊക്കെ ഓൺ ആൻഡ് ഓഫ് ആണ്, വരും പോവും, ട്രീറ്റ് ചെയ്താൽ മാറും. പക്ഷേ അത് പ്രോപ്പർലി നമ്മളത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഡെയിലി രാവിലെ ശരിക്കും ഒരു എക്സസൈസ് ചെയ്യണം എന്നാണ്. അതായത് വാമപ്പിൻ്റെ ഭാഗമായിട്ട് കഴുത്തിൻ്റെ സ്ട്രെച്ചിങ് എക്സസൈസും അതുപോലെ തന്നെ സ്ട്രെങ്തനിങ്ങും ചെയ്തിട്ട് തുടങ്ങുന്ന ഒരാൾക്ക് പൊതുവേ ഇങ്ങനെ വരാറില്ല. അതുപോലെ തന്നെ നമ്മളുടെ പകലുള്ള പോസ്ചറിങ് കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നാണ് അടുത്ത ചോദ്യം. അതായത് ഇങ്ങനെ ഒരു ഉളുക്കി വന്നു കഴിഞ്ഞാൽ യൂഷ്വലി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കഴുത്തിന് ഒരു ഐസ് പാക്ക് വയ്ക്കുക എന്നുള്ളതാണ്. ആ പെയിൻ ഒന്ന് കുറഞ്ഞു കിട്ടും. പിന്നെ മെഡിസിൻസ് ട്രൈ ചെയ്യാൻ 2-3 ഡേയ്സൊക്കെ നമുക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻസും അതുപോലെ വേദന സംഹാരികളൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ചിലപ്പോൾ അതങ്ങ് ക്ലിയർ ആയിക്കോളും. ഇൻ കേസ് അത് മാറിയില്ലെങ്കിൽ നമുക്ക് ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ ഡ്രൈ നീഡ്ലിങ് അതുപോലത്തെ ഒരുപാട് ചികിത്സകളുണ്ട്.